ഇപ്പൊ നമുക്ക് കോഴിക്കോട്ടേക്ക് പോകാൻ നമ്മുടെ ബെൻസൺ അവിടെ വിൻഡോയിലുണ്ട്. ബെൻസൺ ഇപ്പൊ എവിടെയാണ്? കോഴിക്കോട്ടെ ചർച്ചകൾ എങ്ങനെയാണ് ഈ വേനൽ അവധി മാറ്റുന്നതുമായി ബന്ധപ്പെട്ട്? സേതുലക്ഷ്മി, ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ ഉള്ളത് നടക്കാവ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ തൊട്ടു മുൻപിലാണുള്ളത്. നേരത്തെ തിരുവനന്തപുരത്തു നിന്നും കൊച്ചിയിൽ നിന്നൊക്കെയുള്ള പ്രതികരണങ്ങൾ കേട്ടു. എനിക്കും തോന്നുന്നു ഈ സ്കൂൾ സമയമാറ്റം അല്ലെങ്കിൽ ഈ അവധി സമയമാറ്റവുമായി ബന്ധപ്പെട്ട് കാലാകാലങ്ങളായി ഇത്തരത്തിൽ ഓരോ കാലഘട്ടത്തിലും ഈ വിദ്യാഭ്യാസ മേഖലയിൽ ഇത്തരത്തിലുള്ള പരിഷ്കാരങ്ങൾ വരുന്നതെല്ലാം തന്നെ ആദ്യഘട്ടത്തിൽ ചർച്ച വരുന്നു. പിന്നീട് അത് കാര്യമായിട്ടുള്ള ചർച്ചകൾ മുൻപോട്ട് പോകുന്നു. കുട്ടികൾക്ക് ഗുണകരമാകുന്ന കാര്യമാണെങ്കിൽ അത് ഏത് നിലയിലാണെങ്കിലും അത് മുൻപോട്ട് പോകട്ടെ എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. എന്നോടൊപ്പം കുറച്ച് മാതാപിതാക്കളുണ്ട്. അവരെ നമ്മൾ പോകാതെ പിടിച്ചു നിർത്തിയതാണ്. കാരണം അവര് വിദ്യാർത്ഥികളെ സ്കൂളിൽ കൊണ്ടുവന്നാക്കിയതിന് ശേഷം പോകാൻ വേണ്ടി നിൽക്കുമായിരുന്നു. ചേട്ടാ, ഇപ്പം സ്കൂളിന്റെ ഈ അവധി സമയം മാറ്റവുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച മുൻപോട്ട് വെച്ചിരിക്കുകയാണ്. നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി തന്നെയാണ് ആ ചർച്ച മുൻപോട്ട് വെച്ചിട്ടുള്ളത്. നിലവിൽ ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് നമുക്ക് അവധിയുള്ളത്. അത് ജൂൺ ജൂലൈയോ മെയ് ജൂണോ ആക്കുക എന്നുള്ളതാണ് പറയുന്നത്. കാരണം മഴക്കാലത്ത് വിദ്യാർത്ഥികളെ സ്കൂളിൽ വിടുമ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണെന്നാണ് അദ്ദേഹം മുൻപോട്ട് വെച്ചിട്ടുള്ള ഒരു ചർച്ച. അപ്പോൾ മാതാപിതാക്കൾ എന്ന നിലയിൽ നിങ്ങൾക്കാണല്ലോ അത് കൃത്യമായിട്ട് മനസ്സിലാവുക. വിദ്യാർത്ഥികൾ ഏത് സമയത്ത് സ്കൂളിൽ പോയാൽ നല്ലതായിരിക്കും. അവരുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് നമ്മളാണ്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ അതിനെ നോക്കിക്കാണുന്നത്? തീർച്ചയായും മന്ത്രിയുടെ അഭിപ്രായത്തിനോട് പൂർണ്ണ യോജിപ്പാണ്. ഇപ്പോൾ രക്ഷിതാവ് എന്നുള്ള നിലയിൽ ഇപ്പോൾ സ്കൂൾ തുറന്നാൽ ഉടനെ തന്നെ അധ്യയന വർഷങ്ങൾ ഒരുപാട് നഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ അതൊന്ന് മാറ്റിയെടുക്കാൻ പറ്റും. അതിനപ്പുറത്ത് ഒരു രക്ഷിതാവ് എന്ന നിലയിൽ മക്കളെ ഈ മഴക്കാലത്ത് സ്കൂളിൽ പറഞ്ഞയക്കുമ്പോൾ നമുക്ക് വളരെ ആശങ്കയാണ്. ഇപ്പോഴത്തെ കാലവർഷവും കെടുതികളും എല്ലാം കൂടിയായിട്ട്. അപ്പോൾ ഏറ്റവും നല്ലൊരു അഭിപ്രായമാണ്. മന്ത്രിയുടെ അഭിപ്രായത്തിനോട് പൂർണ്ണമായിട്ടും യോജിക്കുകയാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന അദ്ദേഹത്തിന് പൂർണ്ണ യോജിപ്പ് എന്നതാണ്. കാരണം നമുക്കറിയാം, പ്രത്യേകിച്ച് ഈ മലയോര പ്രദേശങ്ങളൊക്കെ ആയി കഴിയുമ്പോൾ അവിടെ ഈ മഴക്കാലത്ത് വിദ്യാർത്ഥികളെ സ്കൂളിൽ പറഞ്ഞു വിടുമ്പോൾ രാവിലെ സ്കൂളിൽ പോയി വിദ്യാർത്ഥികൾ തിരിച്ച് വീട്ടിലേക്ക് എത്തുന്നവരെ മാതാപിതാക്കൾ വലിയ മാനസിക ഒരു സമ്മർദ്ദത്തിലൂടെ ആയിരിക്കും കടന്നു പോകുക. ചേട്ടാ, വിദ്യാഭ്യാസ മന്ത്രി മുമ്പോട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ചർച്ചാ വിഷയം, അതായത് ഈ സ്കൂളിന്റെ അവധി സമയമാറ്റമായിട്ട് ബന്ധപ്പെട്ട് അതിപ്പം ജൂൺ ജൂലൈയിലേക്ക് ആക്കിയാൽ, ആ അവധിക്കാലം ജൂൺ ജൂലൈയിലേക്ക് ആക്കിയാൽ മഴക്കാലത്ത് വിദ്യാർത്ഥികൾ വീട്ടിലിരിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് വിദ്യാർത്ഥികൾ കൂടുതൽ സേഫ് ആയിരിക്കും എന്നാണ് പറയുന്നത്. കൂടുതൽ അവധി ദിനങ്ങൾ നൽകേണ്ടി വരുന്നു മഴക്കാലത്ത്. അപ്പോൾ അതിനെങ്ങനെയാ നോക്കുകയാണെന്ന് ഒരു മാതാപിതാക്കൾ? നല്ല അഭിപ്രായമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഈ മഴക്കാലത്താണ് നമ്മുടെ സ്കൂളുകളിൽ ദുരിതാശ്വാസത്തിന്റെ പല കാര്യങ്ങളും ആളുകളെ ഒന്ന് താമസിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത്. കാരണം ആ സമയത്ത് സ്കൂൾ എന്തായാലും നടക്കൂല, അല്ലേ? അപ്പോൾ അത് കാരണം നമുക്ക് ഏറ്റവും നല്ലത് ഈ ജൂൺ ജൂലൈ മാസങ്ങളിലാണ് നമുക്ക് വെക്കേഷൻ നല്ലത്. ഈ പിള്ളേരുടെ അഭിപ്രായം എന്ന് പറയുന്നത് അവർക്ക് കളിക്കാൻ കിട്ടുന്ന ഒരു സമയമാണ് ഏപ്രിൽ മെയ് എന്ന് പറയുന്ന സമയം. അത് മഴക്കാലത്തായി കഴിഞ്ഞാൽ അവർക്ക് കളിക്കാൻ സമയം കിട്ടില്ലെന്നാണ് പിള്ളേർ പറയുന്നത്. ശരിയാണ്. പക്ഷെ നമ്മളുടെ പണ്ടത്തെ കാലത്തുള്ള മഴയല്ലല്ലോ ഇപ്പോൾ. മഴയുടെ കാഠിന്യമൊക്കെ കൂടിയിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇത് ബ്രിട്ടീഷുകാരുണ്ടാക്കിയ ഒരു സംഭവമാണ്. അത് പണ്ട് ആ സമയത്തുള്ള അത് നമ്മൾ മാറ്റേണ്ട സമയം എപ്പോഴോ കഴിഞ്ഞിട്ടുണ്ട്. ശരിക്കും എൻ്റെ അഭിപ്രായം അതാണ് കേട്ടോ. ഒരു നല്ല ഗുണകരമായിട്ടുള്ള ചർച്ച ഉണ്ടാവട്ടെ അല്ലേ? കാഴ്ചപ്പാടാണത്. അത് ആര് മുൻകൈ എടുത്ത് ചെയ്താലും നല്ലതാണെന്നാണ് എൻ്റെ അഭിപ്രായം. ചേട്ടാ, അപ്പം ചർച്ചകൾ ഇങ്ങനെ പുരോഗമിക്കുകയാണ്. അപ്പോൾ ഞാൻ ചോദിച്ച മാതാപിതാക്കളെല്ലാം പറയുന്നത് മഴക്കാലത്ത് അവധി നൽകുന്നതാണ് നല്ലത്. കുട്ടികളുടെ കുറച്ചും കൂടി സുരക്ഷിതരായിരിക്കും. അതോടൊപ്പം തന്നെ മഴ കുറച്ച് ശക്തമാകുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പം. അപ്പോൾ ക്യാമ്പുകൾ നടത്തുന്ന സ്കൂളുകൾ ഉണ്ടാകും. അപ്പോൾ കുറെ അവധി വരും. അപ്പോൾ ആ നിലയ്ക്കെല്ലാം നോക്കുമ്പോൾ ആ സമയത്തേക്ക് അവധി മാറ്റുന്നതാണ് നല്ലതെന്നാണ് മാതാപിതാക്കൾ ഇപ്പോൾ പറയുന്നത്. ഒന്ന് നോക്കുമ്പോൾ അതന്നെയാണ് നല്ലത്. ജൂൺ ജൂലൈയിൽ തന്നെ ലീവ് കൊടുക്കുന്നതാണ് നല്ലത്. കുട്ടികൾ വീട്ടിൽ സേഫ് ആയിരിക്കുമല്ലോ. നിങ്ങൾ പറഞ്ഞതുപോലെ ഈ മഴക്കാലത്ത് ദുരിതാശ്വാസ ക്യാമ്പ് വരുമ്പോൾ സ്കൂളിലൊക്കെ ആളുകളെ മാറ്റണം. അപ്പോൾ അന്നേരം സ്കൂളിൽ ലീവാകും. പിന്നെ ഈ വർഷം തന്നെ ഇപ്പോൾ ഒരു 6 ലീവ് അനാവശ്യമായിട്ട് വന്നിട്ടുണ്ട് സ്കൂളിൽ. അതായത് രാഷ്ട്രീയ സംഘടന. അപ്പോൾ ശരി, ഈ പറഞ്ഞതുപോലെ ചർച്ചകളൊക്കെ ഈ വിഷയത്തിൽ വ്യത്യസ്തങ്ങളായ ചർച്ചകൾ ഉരുത്തിരിഞ്ഞ് വരുന്നു എന്നുള്ളതാണ്. കാരണം മന്ത്രി ഈ പറഞ്ഞ പോലെ ഒരു അഭിപ്രായം എന്ന നിലയിലേക്ക് പൊതു ചർച്ചയ്ക്ക് വെച്ചൊരു വിഷയമാണ്. ആ വിഷയത്തിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ചർച്ചകൾ നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട്. ഈ നമ്മുടെ വേനലവധി മാറ്റണമോ മാറ്റണ്ടേ, രണ്ടിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ ചർച്ചകൾ പുരോഗമിക്കട്ടെ, ഗുണകരമായ ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്യട്ടെ. പിന്നെ പ്രായോഗികമായിട്ട് ഉള്ള ചില പ്രശ്നങ്ങളും ഉണ്ട് ഈ ഒരു കാര്യത്തിൽ. കാരണം ഇതിപ്പോൾ നമ്മുടെ സംസ്ഥാനത്തെ മാത്രമല്ലല്ലോ. ഈ വിദ്യാഭ്യാസ കലണ്ടർ എന്ന് പറയുമ്പം സംസ്ഥാനത്തെ രാജ്യത്തെ പല സംസ്ഥാനങ്ങളെയും ബാധിക്കുന്ന ഒരു വിഷയം കൂടിയാണ്. അപ്പോൾ വലിയ ചർച്ചകളൊക്കെ ഉയർന്നു വരട്ടെ, ഒരു നല്ലൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരട്ടെ. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് അർജുനും, കൊച്ചിയിൽ നിന്ന് സഹിനും, അതുപോലെ കോഴിക്കോട് നിന്ന് ബെൻസനുമാണ് ഈ വിവരങ്ങളൊക്കെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്.